ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ ഒരു കളക്ഷൻ കണ്ടാലോ? ഇതൊരു ലേസി സൂസനാണ്. ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് കോസ്മെറ്റിക് ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ സ്പൈസ് ഹോൾഡറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ബ്ലാക്കാണ്. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 186 റുപ്പീസാണ്. ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ തന്നെ സ്പൈസ് ബോട്ടിൽസും ഇതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതും ഒരു ലേസി സൂസൻ തന്നെയാണ്. ഇപ്പോൾ മീഷോയുടെ പാക്കിങ്ങും വളരെ നല്ലതാണ് കേട്ടോ. മുന്നത്തെ പോലെയല്ല, എനിക്ക് ഡാമേജ്ഡ് പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ അധികം കിട്ടാറില്ല ഇപ്പോൾ. ഇതൊരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിൽ വരുന്ന ഒരു ലേസി സൂസനാണ്. ഇത് 2 ടയറാണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് തന്നിട്ടുള്ളത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ 3 അസംബിൾ ചെയ്യാനുള്ള സാധനം തന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഹൈറ്റ് കുറഞ്ഞ കണ്ടെയ്നേഴ്സൊക്കെ താഴെയും ഹൈറ്റ് കൂടിയതൊക്കെ മുകളിലും അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് സ്പേസിൽ കൂടുതൽ സാധനങ്ങൾ വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യൂസ്. ഇത് ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 264 റുപ്പീസായിരുന്നു. ഇപ്പോൾ സെയിം സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ നോക്കിയ സമയത്ത് അതിൽ 360 റുപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഞാൻ ചുമ്മാ വെറുതെ ജഗ്ഗൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ്. നമുക്ക് ഒരു ടൂൾസും ഇല്ലാതെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ അസംബിൾ ചെയ്യാനായിട്ടും വലിയ പാടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതുപോലെ വെച്ചിട്ട് 2 സ്റ്റാൻഡും ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. താഴത്തെ പീസ് കുറച്ചുകൂടി വിഡ്ത്ത് കൂടുതലാണ്. അതുകൊണ്ടിട്ട് നമുക്ക് വലിയ കണ്ടെയ്നേഴ്സും വെക്കാനായിട്ട് പറ്റും. അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല സ്റ്റഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു റാക്ക് വെച്ച് നോക്കിയതാണ്. പിന്നെ വൈറ്റും ഒരു വുഡൻ കളറും ആയതുകൊണ്ട് ഏത് കളർ കിച്ചണിനും ഇത് മാച്ചാവും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 409 രൂപയാണ്. ഇതൊരു ട്രേ സെറ്റാണ് കേട്ടോ. ഇത് വുഡൻ സെർവിങ് ട്രേ ആണ് കേട്ടോ. 2 എണ്ണമാണ് വരുന്നത്. വുഡാണ് മെറ്റീരിയൽ. പിന്നെ വലിയ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഒരു റോ ടച്ചാണുള്ളത് കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് സെർവിങ് ട്രേ ആയിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 360 റുപ്പീസാണ് കേട്ടോ ഈ സെറ്റിന്. അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ ഡോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓയിൽ ബോട്ടിൽസും സെറാമിക് ജാർസും ഒക്കെ. അപ്പോൾ ഇതൊരു ട്രേ ആണ് കേട്ടോ വരുന്നത്. വുഡൻ ട്രേ ആണ്. നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്.
നമുക്കിതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെർവിങ് ട്രേ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 207 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളർ മെറ്റലിൽ വരുന്ന ഒരു വലിയ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ തന്നെ 2-3 ബൗൾസൊക്കെയാണ് ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഇത് ഒരെണ്ണം ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്രയും ക്വാണ്ടിറ്റി കൊള്ളും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആമസോണിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം അതിൽ കാണിക്കുന്ന റേറ്റ് 899 റുപ്പീസാണ്. ഞാൻ വാങ്ങിച്ചത് 393 റുപ്പീസിനാണ്. അടിപൊളി ക്വാളിറ്റി. അപ്പോൾ മീഷോയിലും ഈ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, 700 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 393 റുപ്പീസാണ്. ശരിക്കും ഒരു കിളിക്കൂടിൻ്റെ പോലെയാണിതുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഡെക്കോർ പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. കാരണം കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് തന്നെ നമുക്ക് മതിയാവും. ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ പ്ലൈവുഡിലാണ് വന്നിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അസംബ്ലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ നിൽക്കാൻ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഇത് അസംബ്ലി ചെയ്യാനായിട്ടും. ഞാൻ തന്നെയാണ് ചെയ്തത് അവസാനം. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒരു 6 സ്ക്രൂ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മുറിക്കിയാൽ മാത്രം മതി. പൊസിഷൻ മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ ഇത് അസംബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണുള്ളത്. അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 2 ജാറേ വെച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് 2 റോലായിട്ട് വെക്കാൻ പറ്റും. കാരണം ഫ്രണ്ടിലും കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ സൈഡിൽ വെച്ചിട്ടുള്ള വുഡൻ റാക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിൻ്റെയും വിഡ്ത്ത് ഡിഫറൻസ് കേട്ടോ. ഈ വുഡൻ റാക്കിൽ നമുക്ക് ഒരു റോയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. കാരണം വിഡ്ത്ത് കുറവാണ്. പക്ഷേ ഇതിനകത്ത് ഇതൊരു മഗ് ഹോൾഡറാണ്. പിന്നെ നല്ല റീസണബിൾ പ്രൈസിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആമസോണിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് കണ്ടത് 399 റുപ്പീസാണ് കേട്ടോ. പക്ഷെ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത് 220 റുപ്പീസിനാണ്. അപ്പോൾ നമുക്ക് 6 മഗ് ഹാങ് ചെയ്യാനുള്ള ഹുക്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സോസറോ അല്ലെങ്കിൽ പാസ്ത ബൗൾസോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിലൊക്കെ നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കാണാനായിട്ട്. ആ പിങ്ക് ബൗൾ എനിക്ക് മാച്ച് ഇല്ലാതെ തോന്നിയതുകൊണ്ട് ഞാനെടുത്ത് മാറ്റി കേട്ടോ. പിന്നീട് എല്ലാ ആംഗിളിൽ നിന്നും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാലഡ് ബൗൾസ് കൂടെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വെയിറ്റൊക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ഒരേ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ നമുക്ക് കപ്പും സോസറും
ആയിട്ടും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്നൊരു ഹോൾഡറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫിനിഷിംഗ് ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ. 2 ഡേയ്സിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തോടെ നമ്മൾ സ്പൂണും ഫോർക്കൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം പോകാനായിട്ടാണ് ഹോൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. കാണാൻ നല്ല പ്രീമിയം ലുക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 257 റുപ്പീസാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു കോസ്മെറ്റിക് ഓർഗനൈസറാണ്. നമുക്ക് ട്രാവൽ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ലെതറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു ബേജ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. പിങ്കിലും ബ്രൗണിലും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. 6 കമ്പാർട്ട്മെൻ്റാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 232 റുപ്പീസാണ്. ഈ ഒരു ബാഗിൻ്റെ ലെങ്ത്ത് വരുന്നത് 22 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 12 സെൻറ്റിമീറ്ററുമാണ്. പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നും. കാരണം ഇതിൻ്റെ സിബ് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് 2 തട്ടുകളായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണുള്ളത്. അതല്ലാതെ ഈ 2 ബാസ്ക്കറ്റ് നമുക്ക് ട്രേ ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അസംബിൾ ചെയ്യേണ്ട വിധം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ബ്രോഷറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. പിന്നെ ഇതിൻ്റെ സ്ക്രൂവും ബോൾട്ടും ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് അസംബിൾ ചെയ്യുന്ന വിധം ഈ ഒരു ബ്രോഷറിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിക്ചറോട് കൂടിയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു 2 മിനിറ്റ്സിൽ തന്നെ ഞാൻ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 തട്ടുകളായിട്ടാണുള്ളത്. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നീറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. പിന്നെ അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല സ്റ്റഡി ആയിട്ടാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 461 റുപ്പീസ്. ഇതൊരു ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ 1 മാസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഡെലിവറി ചെയ്തില്ല. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് ആ സമയത്ത് കാണിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടെ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയുള്ള നല്ല റീസണബിൾ പ്രൈസിൽ ഉള്ളൊരു ടിഷ്യൂ ഹോൾഡറാണ്. ഇതിന് 153 റുപ്പീസാണ് കണ്ടത്. ഇത് ഗോൾഡൻ കളറിലാണ് വരുന്നത്. മെറ്റലാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വളച്ചൊക്കെ നോക്കിയത് വളയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ടിഷ്യൂസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ മുന്നേ ഒരു വിൻറ്റേജ് ടൈപ്പ് ടിഷ്യൂ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ടിഷ്യൂസ് എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ, ബ്ലാക്കിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇത്രയും വലിപ്പമുള്ളതില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ്, ബാക്കിയെല്ലാം വുഡിലാണ് വരുന്നത്. 3 കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ് ഇങ്ങനെ 3ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. എല്ലാ സൈഡിലും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 392 റുപ്പീസാണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു വുഡൻ ബൗളാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബൗളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 368 റുപ്പീസാണ്. ഞാനിതുപോലെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാനാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലൊരു റോ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് അല്ല, കുറച്ച് റഫായിട്ടുള്ളൊരു സർഫസാണുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു ഓർഗനൈസറാണ് കേട്ടോ. ഇതൊരു മേക്കപ്പ് ഓർഗനൈസറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ ആയിട്ട് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ആമസോണിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്കൊരു ഡൗട്ട്ഫുൾ മൈൻഡാണ് ഉണ്ടായിരുന്നത്, വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ അവസാനം വാങ്ങിച്ചത് കേട്ടോ. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് കേട്ടോ തോന്നിയത്. കാരണം ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു സ്പേസിൽ തന്നെ ഒതുക്കാനായിട്ട് പറ്റുന്നതായിട്ടാണ് തോന്നിയത്. കാരണം ഇതിനകത്ത് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വാങ്ങിച്ചതൊരു വർത്തായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 237 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു കുഞ്ഞ് സ്പേസിൽ ഒതുക്കാനായിട്ട് പറ്റി. പിന്നെ ഇതിൻ്റെ പിങ്ക് കളറൊക്കെ അവൈലബിൾ ആയിട്ട് കണ്ടു. എനിക്ക് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഓർഗനൈസറിൽ ഒതുങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു ഡബിൾ കമ്പാർട്ട്മെൻറ്റ് മേക്കപ്പ് പൗച്ചാണ്. മേക്കപ്പ് തന്നെ വെക്കണം എന്നില്ല, നമുക്ക് മെഡിസിൻസ് ആയാലും ഇപ്പോൾ ഇന്നർ വെയർസ് ആയാലും സോക്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് സാധനങ്ങൾ കൊള്ളും. 2 കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഉള്ളത്. ഒരെണ്ണം അത്യാവശ്യം നല്ല വലുപ്പമുള്ളതും പിന്നെ ഒരെണ്ണം ഇതുപോലൊരു ചെറിയ ഓപ്പണിംഗ് വരുന്നതുമാണ് കേട്ടോ. പിന്നെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട്. ഇത് 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് പിങ്കും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 188 റുപ്പീസാണ് കേട്ടോ. അതിനൊക്കെ ഭയങ്കര വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഈ വലിയൊരു കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും കേട്ടോ. ഇതിലും അധികം സാധനങ്ങൾ കൊള്ളും ആക്ച്വലി. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഈ മുകളിലെ കമ്പാർട്ട്മെൻറ്റും യൂസ് ചെയ്യാം. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എല്ലാവരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ.